ഏറ്റവും കൂടുതൽ വണ്ടികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എപ്പിസോഡും കൂടി ആയിരിക്കും ഇത്. ഈ കിടക്കുന്ന മുഴുവൻ വണ്ടികളും നിങ്ങൾക്ക് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം. 18 മോഡലിലോണ്ട് നമുക്ക് 2 വർഷത്തെ വാറണ്ടി കൊടുത്തൂടെ? 2020 മോഡലാണ്. 20 2020 14,000 കിലോമീറ്റർ. ഇതിന്റെ എക്സാക്ട് ഡെലിവറി എന്ന് പറഞ്ഞാൽ 26/6/2020 അല്ലേ? 2020 സിംഗിൾ ഓണർ 47,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ല? ബട്ടർ സ്റ്റാർട്ട് ഒക്കെ വരില്ലേ? എല്ലാം വരുന്നുണ്ട്. ഏതായാലും നമ്മളിവിടെ ഒരുവിധം എല്ലാ ബ്രാൻഡും കാണിച്ചു. ഇപ്പോൾ ഹുണ്ടായി കാണിച്ചില്ല, ഒരു മോശമല്ലേ, സങ്കടം ഹുണ്ടായിക്ക് അല്ലേ? നെഗോഷ്യബിൾ ആണ്. 335 എന്നുള്ള റേറ്റ്. 2 ഇയർ വാറണ്ടി കിട്ടും, 1 ഇയർ RSIയും കിട്ടും. 18 മോഡൽ 70,000 കിലോമീറ്റർ ഓടിക്കും. മെയിൻ ഗുണം എന്ന് പറയുന്നത് 20 മേലെ മൈലേജ് കിട്ടും അല്ലേ? പിന്നെ ഇതിലൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പുതിയ മോഡൽ വണ്ടികളാകുമ്പോൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാവും. പോറലുണ്ടെങ്കിൽ തന്നെ അവന്മാർ അപ്പം തന്നെ മാറ്റി കളയും അല്ലേ? എൻ്റെ ചുറ്റിലും ഈ കിടക്കുന്ന ഇത്രയധികം വണ്ടികൾ, എല്ലാ വണ്ടികൾക്കും നിങ്ങൾക്ക് 2 വർഷത്തെ വാറണ്ടിയും 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസും തരാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ. എല്ലാം വളരെ ലോ കിലോമീറ്റർ വണ്ടികളാണ്, മോഡൽ കൂടിയ വണ്ടികളും കൂടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ. ഒരു പോറൽ പോലും കാര്യമായിട്ട് ഒരു വണ്ടിയിലും ഉണ്ടാവില്ല. മിക്കവാറും വണ്ടികളെല്ലാം സിംഗിൾ ഓണറും കൂടിയാണ്. ഞാനെന്നുള്ളത് നമ്മുടെ കൊച്ചിയിലാണ് കേട്ടോ. അതായത് എക്സാക്ട് സ്ഥലം പറഞ്ഞിട്ട് ആലുവ എത്തുന്നതിന് മുമ്പ് ദേശം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാർബൺ ബൈക്കിലാണ് കേട്ടോ. ഇവിടെയാണ് ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇത്രയധികം വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഏത് വണ്ടിയും നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് 1.5 ലക്ഷം രൂപ മുതൽ 35-40 ലക്ഷം രൂപ വരെ വില വരുന്ന വണ്ടികൾ ഇവിടെ നിലവിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ വണ്ടികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എപ്പിസോഡും കൂടി ആയിരിക്കും ഇത്. ഈ കിടക്കുന്ന മുഴുവൻ വണ്ടികളും നിങ്ങൾക്ക് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം. കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവരെ കോൺടാക്റ്റും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒന്ന് ഫോളോയും ചെയ്തൊന്ന് ഷെയറും ചെയ്തോളൂ കേട്ടോ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാടധികം വണ്ടികളുണ്ട്. ഒട്ടുമിക്ക വണ്ടികളെല്ലാം 2 വർഷത്തെ വാറണ്ടി അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ റാം ബ്രോ ആണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം വണ്ടി കാണിക്കാനുണ്ട് അല്ലേ? കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകും കേട്ടോ. ഞാൻ മൊത്തത്തിൽ അങ്ങനെ ഓൾറൗണ്ട് സാധാരണ കാണിക്കുന്നവരെ കാണിക്കുന്നില്ല. ഒരുപാട് വണ്ടികളുണ്ട്, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകാം. ആദ്യത്തെ വണ്ടി ഡസ്റ്റർ ആണല്ലേ? ഏതാ മോഡൽ? ഡസ്റ്റർ 2020 മോഡൽ. 20 പെട്രോൾ 85 PS. ഓക്കെ, പെട്രോൾ ആയതുകൊണ്ട് തന്നെ എന്ത് മൈലേജ് കിട്ടും ഇതിനൊരു 15 ആ റേഞ്ച് മൈലേജ്. റേഞ്ച് കൂട്ടിയാൽ മതി. 18 മോഡലിലോണ്ട് നമുക്ക് 2 വർഷത്തെ വാറണ്ടി കൊടുത്തൂടെ? 2020 മോഡലാണ്. 20 14,000 കിലോമീറ്റർ. ഇതിന്റെ എക്സാക്ട് ഡെലിവറി എന്ന് പറഞ്ഞാൽ 26/6/2020 അല്ലേ? 14,000 കിലോമീറ്റർ ഹിസ്റ്ററി കിട്ടും. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ 14,000 ഓടി ടയർ ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. എന്താ ഇതിന്റെ പ്രൈസും കൂടി ഒന്ന് പറഞ്ഞോ? 8,50,000 രൂപ. 8,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഡസ്റ്റർ പെട്രോൾ വണ്ടി, വളരെ ലോ കിലോമീറ്റർ 2020 കൊണ്ടുപോകാട്ടോ. വാറണ്ടി കൊടുക്കാമല്ലോ അല്ലേ? 2 കൊല്ലം വാറണ്ടി, 25,000 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ, ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. പിന്നെ ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 8 രൂപ വരെ കയറും. 8 രൂപ വരെ കയറും. മാക്സിമം ലോൺ നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ച് ചെയ്തു തരും കേട്ടോ. ഈ ഒരു നിലയിൽ കിടക്കുന്ന എല്ലാം നമ്മുടെ റെനോൾട്ടിന്റെ വണ്ടികളാണ്. അടുത്തതും ഒരു ഡസ്റ്റർ തന്നെ അല്ലേ? ഇത് വരുന്നത് 100 PS ആണ്. 110. ഓക്കെ, ഇത് ഏതാ മോഡലൊക്കെ? ഇത് വരുന്നത് 2017 മോഡൽ. 17 ഡീസലാണോ? പെട്രോൾ 2017 പെട്രോൾ. 17 പെട്രോൾ. ഇത് 110 ആയതുകൊണ്ട് തന്നെ മൈലേജ് ഷോകായിരിക്കും അല്ലേ? ഷോകം പറഞ്ഞാൽ 12 to 15 ആ റേഞ്ചിൽ എന്തായാലും കിട്ടും. പിന്നെ നല്ല പവർഫുൾ ആയിരിക്കും വണ്ടി. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 37,000 കിലോമീറ്റർ. 37,000 ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ? ഹിസ്റ്ററി ഒക്കെ കൊടുക്കാം. ഒരു റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ? ഇതിന് നമുക്ക് 2 വർഷം വാറണ്ടി കൊടുത്തു. 2 വർഷം വാറണ്ടി, കമ്പനി വാറണ്ടി 2 വർഷം വാറണ്ടി കൊടുക്കാം. അടിപൊളി. പിന്നെ നമ്മൾ ചോദിക്കുന്നത് 6,10,000 ആണ്. 6,10,000 രൂപ അല്ലേ? 2017 വണ്ടി 6,10,000 രൂപ. 110 PS പെട്രോൾ ആണ്, ലോ കിലോമീറ്റർ ആണ്. ഒരു 5.5 കിലോണ് കയറില്ലേ? 5.5 കയറും. ഇനി കൈഗറാണെങ്കിലോ? കൈഗർ വരുന്നത് 2022 മോഡൽ. 22 കൈഗറാണ്. ഏറ്റവും പുതിയ വണ്ടി. എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 18/3/2022 അല്ലേ? ഇത് എത്ര ഓടിയുണ്ട്? ഇത് 27,000 കിലോമീറ്റർ. 27,000 ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഇത് 1000 ടർബോ അല്ല, 1 ലിറ്റർ എഞ്ചിൻ. 1 ലിറ്റർ എഞ്ചിൻ അല്ലേ? മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അല്ലേ? എന്തായാലും 16-17 കിട്ടൂലേ? പിന്നെ 17 മുകളിൽ കിട്ടും. പിന്നെ മെയിൻ്റനൻസ് ഒന്നും കാര്യമായിട്ടില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോമ്പാക്ട് SUV ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഇതിനും 2 വർഷം വാറണ്ടി. കമ്പനി വാറണ്ടി ഉണ്ടാവും ഇപ്പൊ നിലവിൽ? കമ്പനി വാറണ്ടി എനിക്ക് തോന്നുന്നു 1 കൊല്ലം കൂടെ അവൈലബിൾ ആണ് അല്ലേ? അത് നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമം ചെയ്തിട്ട് എന്തായാലും ഇവരുടെ 2 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 7,25,000. 7,25,000 രൂപയ്ക്ക് 2022 വണ്ടി. എന്തായാലും ഒരു 6,000 മേലെ ലോൺ കയറില്ലേ? 22 വണ്ടിയല്ല, അതുകൊണ്ട് എന്തായാലും നല്ലോണം ലോൺ കിട്ടും അല്ലേ? മാക്സിമം ലോൺ നിങ്ങൾക്ക് ചെയ്തു തരും. ഇവിടെ ഒരു ഗ്രേ കളർ വണ്ടിയും കൂടി ഉണ്ട്. സെയിം സാധനം കൈഗർ തന്നെയാണ്. ഏതാ മോഡൽ? ഓട്ടോമാറ്റിക് AMT വരുന്നത്. 1 ലിറ്റർ AMT. അടിപൊളി.
അതും ഈ പറഞ്ഞ ഒരു 15 എന്തായാലും മൈലേജ് കിട്ടൂല. 15 മുകളിൽ മൈലേജ് ഏതാ മോഡല്? ഇത് വരുന്നത് 2021 11,000 കിലോമീറ്റർ ഓടി. 11,000 ഓടി. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 30/9/2021 11,000 കിലോമീറ്റർ ക്ലീൻ വണ്ടി അല്ലേ? ഹിസ്റ്ററി ഒക്കെ കിട്ടുമല്ലോ എല്ലാത്തിന്റെയും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ 11,000 ഓടിയതാണ്. ടയർ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 6,95. 6,95,000 രൂപയ്ക്ക് 2021 വണ്ടിയാണ് കേട്ടോ. അതും വെറും 11,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ആണെന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. ഒന്ന് നോക്കിക്കോളൂ, ഒരു 5.5 ലോൺ കയറില്ലേ? ഏകദേശം ഒരു 50,000 രൂപ കയ്യിൽ വെച്ച് വന്നാൽ ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ വണ്ടികളും ഇറക്കി കൊണ്ടുപോകും അല്ലേ? അത് നിങ്ങളുടെ പ്രൊഫൈലും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ കൈകളാണെങ്കിലോ? ഇത് വരുന്നത് ടർബോ മോഡലാണ്. ടർബോ ആണ്. 2021 19,000 കിലോമീറ്റർ ഓടി. 2021 19,000. ഇതിൻ്റെതും 24/2021 ആണ്. 1 ലിറ്റർ ടർബോ ആണ് വരുന്നത്. അതുകൊണ്ട് പവർ ഉണ്ടാവും, ഒരു 15 മൈലേജും കിട്ടും അല്ലേ? ഇന്റീരിയറൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ അല്ലേ? ആ കമ്പനി വന്ന അതേ കണ്ടീഷൻ അല്ലേ? അതായത് 1 ലിറ്റർ ടർബോ മുകളിൽ വരുന്നതാണല്ലേ? അതായത് ഇവിടെ വന്നാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ വണ്ടികൾ തന്നെ നമ്മൾ എല്ലാ വേരിയന്റും എല്ലാ മോഡലും കാണിച്ചല്ലേ? നിങ്ങൾക്ക് ഏത് വേണേലും മൾട്ടി ബ്രാൻഡിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഇതെന്താ പ്രൈസ് വരുന്നത്? 730. 2021 വണ്ടി കിലോമീറ്റർ എത്രയായിരുന്നു? 11,000 കിലോമീറ്റർ. 11,000 കിലോമീറ്റർ ഓടിയ വണ്ടി 7,30,000 രൂപ. 1 ലിറ്റർ ടർബോ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെയുള്ള റെനോൾട്ടിന്റെ സീരീസിലെ ലാസ്റ്റ് വണ്ടി ട്രൈബർ ആണല്ലേ? ട്രൈബർ ഏതാ മോഡൽ? ട്രൈബർ 2020 സിംഗിൾ ഓണർ 47,000 കിലോമീറ്റർ. 2020 സിംഗിൾ ഓണർ 47,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക്. RX-Z ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ല? ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരില്ലേ? എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. അതായത് എക്സാക്ട് ഡെലിവറി ഡേറ്റ് 18/1/2022 അല്ലേ? നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? 47,000. ഓ, 2022 അത്യാവശ്യം ഓടിയിട്ടുണ്ടല്ലേ? കാര്യമായ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. മൈലേജ് ഉള്ള വണ്ടിയായിരുന്നു, എന്തായാലും ആൾക്കാർ 7 സീറ്ററും കൂടി ആണല്ലോ അല്ലേ? അതെ. ഇത് അലോയ് വീൽസ് ഒന്നും വരുന്നില്ലല്ലോ? അലോയ് വരുന്നില്ല. അതൊക്കെ സ്റ്റീൽ വീൽസ് തന്നെയാണല്ലേ? ഒമാരി ഇടയ്ക്ക് പറ്റിക്കും കേട്ടോ, അതാണ്. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ഉണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 6,40,000 രൂപ. അത് പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. നിങ്ങളുടെ പ്രൈസ് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. ഇത് നമുക്ക് ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 6 രൂപ വരെ 6 രൂപ വരെ ചെയ്യാം അല്ലേ? അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ, 6 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. അതുപോലെ തന്നെ ഇനി നമ്മൾ ടാറ്റയിലോട്ട് കയറുക കേട്ടോ. ടാറ്റയിലെ ഫസ്റ്റ് വണ്ടി നെക്സോണിന്റെ പഴയ ഷേപ്പാണ്. ഇത് ഏതാ മോഡലൊക്കെ? 2018 XM. 18 XM. ഓക്കെ. XM എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ എന്നാണ് പറയാം അല്ലേ? പിന്നെ ഇത് ശരിക്കും എത്ര ഓട്ടോ ഒക്കെ എത്രയാണ്? ഇത് 60 ലോ കിലോമീറ്റർ ഓടി ഡീസൽ ഉണ്ട്. എത്ര? 60,000 കിലോമീറ്റർ. ഓക്കെ. അത് ഡീസലാണല്ലോ അല്ലേ വണ്ടി? അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും, അതാണ് മെച്ചം അല്ലേ? ഇത് ഓട്ടോമാറ്റിക് അല്ലല്ലോ? ഇല്ല, മാനുവൽ തന്നെ. എന്തായാലും ഒരു 20 കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV തന്നെയാണ്. മോഡ്സും കാര്യങ്ങളൊക്കെ വരും. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ടാവും അല്ലേ? അലോയ് വീൽസ് ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ പഴയ ഷേപ്പും കൂടിയാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 7,15 ആണ്. 7,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 വണ്ടി അല്ലേ? 60,000 കിലോമീറ്ററോടെ ഡീസൽ വണ്ടി. ഒന്ന് നോക്കിക്കോളൂ, നല്ല നീറ്റ് വണ്ടിയാണ്. ലോൺ നമുക്കൊരു ഏകദേശം ഒരു 6,000 രൂപ വരെ ചെയ്യാം. ലോണിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നിങ്ങൾ നോക്കിക്കോളൂ. ഇനി ഈ പഞ്ചാണെങ്കിലോ? പഞ്ച് വരുന്നത് 2021 ടോപ്പ് എൻഡ് ക്രിയേറ്റീവ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, അതും ഡുവൽ ടോൺ വരുന്നത് അല്ലേ? ഇതില് ബട്ടൺ സ്റ്റാർട്ട് വരുമോ? ബട്ടൺ സ്റ്റാർട്ട് വരും അല്ലേ? അതുപോലെ തന്നെ അലോയ് വീൽസ് വരും. റിവേഴ്സ് ക്യാമറ, സെൻസർ എല്ലാം വരും അല്ലേ? ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 25,000. 25,000. അതായത് എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 4/11/2022 ആണ്. വേറെ അപാകതകളൊന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്താ പ്രൈസ്? നമ്മൾ 8,25,000 രൂപ. പെട്രോൾ വണ്ടി അല്ലേ? ഒരു 12 മുതൽ 15 വരെ മൈലേജ് പ്രതീക്ഷ പോരാ. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി അല്ലേ? അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. 8,25,000 നമുക്കൊരു 7,500 മേലെ ലോൺ കയറുമോ? എന്തായാലും 2021 വണ്ടിയാണ്. അതെ. ഡിപ്പെൻഡ് ഓൺ യുവർ പ്രൊഫൈൽ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി ടിയാഗോ ആണെങ്കിലോ? ടിയാഗോ വരുന്നത് 2019 49,000 കിലോമീറ്റർ. 49,000. അതായത് 17/5/2019 ആണ് എക്സാക്ട് ഡെലിവറി ഡേറ്റ്. 49,000 കിലോമീറ്ററിന് ഹിസ്റ്ററി കിട്ടുമോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതും തോന്നുന്നു XM ആണെന്ന് തോന്നുന്നല്ലോ. ഇത് XM ആണ്. മിഡിൽ ഓപ്ഷൻ തന്നെയാണ്. അലോയ് വീൽസും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവറിന്റെ സെൻട്രൽ ലോക്ക്, ബേസിക് സാധനങ്ങളൊക്കെ വരും അല്ലേ? ഇത് നമുക്ക് എത്ര പ്രൈസ് വരും? 4,50,000 രൂപ. പിന്നെ ഈ കാണിച്ച വണ്ടികൾക്കെല്ലാം നിങ്ങൾക്ക് 2 വർഷത്തെ വാറണ്ടിയും 1 വർഷത്തെ RCയും കിട്ടും. അത് ഞാൻ ഓരോന്നിൻ്റെയും കൂടെ പറയുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഇതെത്ര വില പറഞ്ഞത്? 4,500. 2019 വണ്ടി 4.5 ലക്ഷം രൂപ. പിന്നെ നമുക്കിതിൽ ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 19 വണ്ടിയല്ലേ, ഈ പറഞ്ഞ പോലെ 4 കിട്ടൂലേ? എന്തായാലും സുഖമായിട്ട് കയറും അല്ലേ? പിന്നെ 2019 സ്വിഫ്റ്റിന്റെ വില ഒന്ന് ആലോചിച്ചു കേട്ടോ. ആ സെയിം പവറും സെയിം കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ടാറ്റയുടെ വണ്ടി കുറച്ചുകൂടി സേഫ്റ്റിയും കൂടും. അതാണ് ഏറ്റവും വലിയ ഗുണം.
പിന്നെ അൾട്രോസ് ആണെങ്കിലോ? ഓൾട്രോസ് വരുന്നത് 2020 മോഡൽ. 20 2020 മോഡൽ 35,000 കിലോമീറ്റർ ഓടി. പെട്രോൾ വണ്ടി. പെട്രോൾ XZ. അതായത് ഏറ്റവും ഫുള്ളിന് നേരെ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. എന്താ വ്യത്യാസമുള്ള പിന്നെ? ബട്ടൺ സ്റ്റാർട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എയർ ബാഗിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുള്ളൂ അല്ലേ? എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. കിലോമീറ്ററിന് 35,000 അല്ലേ? ഓക്കെ. ഇന്റീരിയറൊക്കെ നല്ല നീറ്റ് ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇതിന്റെ വില എത്രയാ? 7,10,000 രൂപയാണ് ഇതിന്റെ ഒരു ആസ്കിംഗ് പ്രൈസ്. നമ്മൾക്ക് നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ അല്ലേ? പിന്നെ ഓരോ വണ്ടിക്ക് ഞാൻ എടുത്തെടുത്ത് നെഗോഷ്യബിൾ ആണെന്ന് പറയുന്നില്ല. അത് നിങ്ങളിവിടെ വരിക, വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. 7,10 നമുക്ക് എത്ര ലോൺ കയറും? 7,10 നമുക്കൊരു 7.5 വരെയൊക്കെ എന്തായാലും കയറും. 7,10 7.5 വരെ കയറൂല, 6.5 വരെ. ഓക്കെ. അപ്പോൾ ഇതിലും ഒരു 50,000 രൂപയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം കേട്ടോ. റെനോൾട്ടിന്റെയും ടാറ്റയുടെയും സെക്ഷൻ കഴിഞ്ഞ് അടുത്തത് ഹോണ്ടയാണല്ലേ? ഹോണ്ടയുടെ ജാസ് ആണ്. ജാസ് ഏതാ മോഡൽ? ജാസ് വരുന്നത് 2019 29,000 കിലോമീറ്റർ. 2019 മോഡൽ 29,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണല്ലോ. ഇത് എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ. വി ആണോ VX ആണോ? വി ആണ്. അപ്പോൾ ഫുള്ളിന് നേരെ താഴെ അല്ലേ? ഇതിൽ കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും വരില്ല. ബാക്കിയുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും അല്ലേ? അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? 29,000. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ. നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം, 1 ഇയർ RCയും കൊടുക്കാം. അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടി. ഈ യൂസ് കാർ എടുക്കുമ്പോൾ എല്ലാവരുടെയും ടെൻഷൻ എന്ന് പറയുന്നത് ഈ കംപ്ലൈന്റ് ഉണ്ടാവുമെന്നല്ലേ? ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാറണ്ടി ഉണ്ട്. ആദ്യത്തെ ഒരു വർഷം എല്ലാ പാർട്സിനും വാറണ്ടി കിട്ടുമല്ലോ അല്ലേ? വാറണ്ടി കിട്ടും. ഓക്കെ. ഈ 19 മോഡൽ ജാസിന് എന്താ വില? നമ്മൾ 7,10,000 രൂപ. 7,10,000 രൂപയ്ക്ക് 2019 മോഡൽ വണ്ടി നിങ്ങൾക്ക് കിട്ടും. അതും 2 വർഷം വാറണ്ടി. പിന്നെ ലോൺ എത്ര കയറും? ലോൺ ഈ വണ്ടിക്ക് ഒരു 50,000 ഒക്കെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകും അല്ലേ? ഓക്കെ. നിങ്ങൾ മിനിമം ഒരു 50,000 രൂപ കയ്യിൽ വെച്ച് വന്നോളൂ. നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയൊന്നും കൊടുക്കേണ്ടി വരില്ല, അതിലും കുറച്ച് കിട്ടും. ഇനി ഈ WRV ആണെങ്കിലോ? WRV വരുന്നത് 2019 36,000 കിലോ. പെട്രോൾ തന്നെയാണ്. 19 മോഡലാണ്. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 6/5/2019 ആണ്. ഇത് വേരിയന്റ് ഏതാ? ബേസ് മോഡലാണ്. പക്ഷെ ആ സമയത്ത് ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങി. അതുകൊണ്ട് ഇതിന് അലോയ് വീൽ വരുന്നുണ്ട്. ഓക്കെ. 4 ഡോർ പവർ വിൻഡോ അലോയ് വീൽ വരുന്നുണ്ട്. നമുക്ക് ഗ്ലാസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ സീറ്റ് കവറും വരുന്നുണ്ട്. സീറ്റ് കവർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ലെതറിന്റെ നല്ല അടിപൊളി സീറ്റ് ആട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലാവും അതിന്റെ ക്വാളിറ്റി. അതുപോലെ തന്നെ ഓവറോൾ വണ്ടി നല്ല നീറ്റ് ആണ്. ഒരു പോറൽ പോലും എവിടെ ഇല്ലാന്ന് തന്നെ പറയാം. ഒരു റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ, ക്ലെയിം ഒന്നുമില്ല. ഓക്കെ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഈ പറഞ്ഞ കിലോമീറ്റർ ഓടി ടയറാണ് കിടക്കുന്നത്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 7 ലക്ഷം രൂപ. പിന്നെ ഒരു കോമ്പാക്ട് SUV എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് പറയാം അല്ലേ? ഒരു സ്റ്റാൻഡേർഡ് വണ്ടിയാണ് WRV എന്ന് പറയുന്നത്. 7 ലക്ഷം രൂപയിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. 2019 മോഡൽ. മോഡൽ കൂടുതൽ കൂടിയ വണ്ടിയാകുമ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറയും. മാക്സിമം നോക്കിക്കോളൂ. 90-95% എല്ലാ വണ്ടിക്കും ലോൺ കിട്ടും. ഞാൻ ഇന്നത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല. ഈ WRV ആണെങ്കിലോ? ഇതിന്റെ ടോപ്പ് എൻഡ് ആണ്. ഇതിന്റെ അകത്ത് സൺറൂഫ് വരും. ഇതേതാ മോഡൽ? ഇത് വരുന്നത് 2018 മോഡലാണ്. 18 ആണോ 19 ആണോ? സോറി, 19 മോഡൽ. അതായത് സിംഗിൾ ആണ്. 14/8/2019 ആണ് അതിന്റെ ഡെലിവറി ഡേറ്റ്. 64,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഒന്നുമില്ല അല്ലേ? പെട്രോൾ തന്നെ. ഒരു 15 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ അല്ലേ? എന്താ വില? ഇത് നമ്മൾ 7,90,000 രൂപ. ഒരു 90 രൂപ കൂടും അതും ഇതുമായിട്ടല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സൺറൂഫ് അടക്കം എല്ലാ സാധനവും കിട്ടും. 60,000 കിലോമീറ്റർ അല്ലേ പറഞ്ഞത്? 60,000 കൊടുക്കാമല്ലോ അല്ലേ? കമ്പനി സർവീസ് ആണ്. 760 നെഗോഷ്യബിൾ അല്ലേ? 790 ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിരിക്കും അല്ലേ? അത് നിങ്ങൾ വരിക, നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഹോണ്ടയുടെ സെക്ഷൻ കഴിഞ്ഞു. അടുത്തതായിട്ട് മാരുതിയിലേക്ക് കയറുകയാണ് അല്ലേ? മാരുതിയുടെ ഫസ്റ്റ് വണ്ടി ബലേനോ ആണ്. ബലേനോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ബലേനോ സീറ്റ ഓട്ടോമാറ്റിക് ആണ്. സീറ്റ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ CVT അല്ലേ? CVT ആണ്. 2017 ആ കാലഘട്ടം മാത്രമേ CVT ഉള്ളൂ. ഇപ്പോൾ വരുന്ന AMT ആണ്. ഇത് CVT വണ്ടിയാണ്. CVT ആയതുകൊണ്ട് തന്നെ ഒരു 12-13 ഒക്കെ മൈലേജ് പ്രതീക്ഷ മതി. പിന്നെ മോഡൽ 17 പറഞ്ഞേ? 2017. എത്ര ഓടിയുണ്ട്? ഇത് 47,000 കിലോ. 47,000. അത് ജെനുവിൻ ആണല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇത് സീറ്റ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും അലോയ് വീൽസും എല്ലാം വരും. സീറ്റ് കവർ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അല്ലേ? സീറ്റ് കവർ ചെയ്തിട്ടില്ല. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? എന്താ വില വരുന്നത്? ഇത് വരുന്നത് നമ്മൾ 7,40,000. 7,40,000 രൂപയ്ക്ക് CVT ഓട്ടോമാറ്റിക് 2017 ലോ കിലോമീറ്റർ വണ്ടി കിട്ടും അല്ലേ? പറഞ്ഞ പോലെ തന്നെ 95% ലോണും കിട്ടും, 2 വർഷത്തെ വാറണ്ടിയും കിട്ടും. വേറെ എന്ത് വേണം അല്ലേ? ഓക്കെ. അപ്പോൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഇങ്ങ് പോരെ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെട്രോൾ വണ്ടി താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ.
ബ്രോനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ വീഡിയോന് മേൽഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ മാരുതിയിലെ അടുത്തൊരു വണ്ടി സെലേറിയോ ആണ്. സെലേറി ഓട്ടോമാറ്റിക് ആണോ? സെലേറി മാനുവൽ ആണ്. ഏതാ മോഡലൊക്കെ? ഇത് വരുന്ന 2017 63,000 കിലോമീറ്റർ. 2017 മോഡൽ 63,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തല്ലേ കൊടുക്കുള്ളൂ? നമ്മുടെ ഓൾറെഡി നമുക്ക് 3M പോളിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ കുറേ അതായത് നമുക്ക് ബോഡി ചെറിയ ചെറിയ സ്ക്രാച്ചസ് എല്ലാം അതിൻ്റെ അകത്ത് പോകും. 3Mന്റെ ഒരു ടഫ് ലോൺ നമ്മൾ ചെയ്യുന്നത്. അതെ അതെ, എനിക്ക് തോന്നുന്ന വേർത്ത് എന്ന് പറഞ്ഞ കമ്പനിന്റെ. അതെ അതെ, നമ്മൾ ഒരുവിധം എല്ലായിടത്തും പറയാറുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പോളിഷ് 5,000 രൂപ ബഡ്ജറ്റിലാണ് കണ്ടു വരുന്നത് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതെ അതെ അതെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഇത് VXA ആണോ? ഇത് VXA ആയതുകൊണ്ട് തന്നെ AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ വിൻഡോ, സെൻട്രൽ ലോക്ക്, ബേസിക് സാധനങ്ങളൊക്കെ വരും. ടയർ ഭാഗങ്ങളൊക്കെ കിലോമീറ്റർ എത്ര പറഞ്ഞേ? 63,000 കിലോമീറ്റർ. സെക്കൻഡ് ടയർ ആയിരിക്കും അല്ലേ? സെക്കൻഡ് ടയർ ആണ്. എന്നിരുന്നാൽ പോലും അത് ഏകദേശം ഒരു 70% ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ഓടിക്കാനുള്ളത് ഉണ്ട് കേട്ടോ. എന്താ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 4,20,000. 4,20,000. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. 4,20,000 രൂപയ്ക്ക് 2017 മോഡൽ സെലേറിയോ സ്വന്തമാക്കാം. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ മാരുതിയുടെ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചു കേട്ടോ. അതും 2 വർഷം വാറണ്ടി ഉണ്ടോ? 2 വർഷം വാറണ്ടി ഉണ്ട്. ഓക്കെ, ഈ കേട്ടൻ ഏതാ മോഡൽ? കേട്ടൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2018 മോഡലാണ്. 2018 LXI 36,000 കിലോമീറ്റർ. LXI എന്ന് പറയുമ്പോൾ 2 ഡോർ വിൻഡോ വരും. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും അല്ലേ? 38,000 കിലോമീറ്റർ. ജെനുവിൻ ആണല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. കമ്പനി വന്ന കണ്ടീഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും പറയാനില്ല അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ടയർ ഭാഗം കുറവല്ലേ? 60% ഉള്ളൂ. അത് നിങ്ങൾ വന്നിട്ടൊന്ന് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 3,20,000 രൂപയ്ക്ക് 2018 മോഡൽ കേട്ടൻ കിട്ടും. കേട്ടൻ ആയതുകൊണ്ട് തന്നെ 1000 cc എഞ്ചിൻ ആയിരിക്കും. നല്ല മൈലേജും പവറും ഉണ്ട്. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇനി ഈ ഒരു മാരുതി 800 ആണെങ്കിലോ? അൾട്ടോ VXI ആണ് വരുന്നത്. അൾട്ടോ 800 VXI ആണ്. VXI ആയതുകൊണ്ട് ഏതാ മോഡല്? ഇത് വരുന്നത് 2018 മോഡലാണ്. 2018 60,000 കിലോമീറ്റർ. 60,000 അല്ലേ? 60,000 കിലോമീറ്റർ ജെനുവിൻ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നും വരുന്നില്ല. നീറ്റ് വണ്ടിയാണ് കേട്ടോ. ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല. ന്യൂ ഷേപ്പ് അല്ല, ആ ഒരു 18 വന്ന ഷേപ്പാണ് അല്ലേ? ഇത് കിലോമീറ്റർ പറഞ്ഞല്ലോ. ഇത് ഈ ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അത്യാവശ്യം അതായത് ഒരു ബൈക്കിൽ നിന്ന് കാറിലോട്ട് വരുന്ന കസ്റ്റമർ അല്ലേ, അവരൊക്കെയാണ് ഈ വണ്ടികൾ എടുക്കാറുള്ളത്. ഇതിന് അത്യാവശ്യം മൈലേജ് വരുന്നുണ്ട്. കാരണം K സീരീസ് എഞ്ചിനാണ്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. മെയിൻ്റെനൻസ് ഇത് 800 ആണ്. സോറി, നേരത്തെ പറഞ്ഞല്ലേ. ഇതിപ്പോ അത്യാവശ്യം ഇതും അതേപോലെ തന്നെ മൈലേജ് വരുന്നത് 18-20 മൈലേജ് കിട്ടും. മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. നമ്മളെ 2 ഇയർ വാറണ്ടി കിട്ടും. പിന്നെ ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇത് 18 മോഡലല്ല പറഞ്ഞത്? കിലോമീറ്റർ പറഞ്ഞു നമ്മള്? കിലോമീറ്റർ 60,000 അല്ലേ? ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാ വണ്ടീൻ്റെ ഹിസ്റ്ററി തരും. എല്ലാം ചെക്ക് ചെയ്തിട്ട് നല്ലോണം ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോകുക എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. യൂസ്ഡ് വണ്ടികളാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇതിന്റെ പ്രൈസ് എത്രയാ? ഇത് വരുന്നത് 340. 2018 ഓർക്കണം കേട്ടോ. നിങ്ങൾക്ക് 95%, ഒരു 3 ലക്ഷം രൂപ വരെയൊക്കെ ലോണും കയറും. ഇനി ഇതാണെങ്കിലോ? ഇത് വരുന്നത് 2018 തന്നെ. 2018 തന്നെയാണ്. സെയിം തന്നെയാണ്. 60,000 കിലോമീറ്റർ. 60,000 തന്നെ ഓടി. LXI ആണോ VXI ആണോ? ഇത് VXI തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒരേ മോഡൽ, ഒരേ ഡീറ്റെയിൽ, എല്ലാം ഒരേപോലത്തെ വണ്ടി. കിലോമീറ്റർ ഏകദേശം സെയിം ആണ് അല്ലേ? ഓക്കെ, ഇതും ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് കേട്ടോ. ടയറും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് തന്നെ ഉണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 340. സെയിം പ്രൈസ് അല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ക്ലീൻ വണ്ടിയാണ് കേട്ടോ. 3,40,000 രൂപ, 3 ലക്ഷം രൂപ എന്തായാലും ലോൺ കിട്ടും. 18 മോഡൽ ഉള്ളതുകൊണ്ട്. ബാക്കി നിങ്ങൾ നിങ്ങളുടെ ഇതൊക്കെ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ, ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്തോളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ 2 വർഷം വാറണ്ടി കിട്ടും. 1 ഇയർ RSI കിട്ടും. ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ്, ധൈര്യമായിട്ട് വണ്ടി എടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ മാരുതി സീരീസിലെ ലാസ്റ്റ് വണ്ടി മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. ന്യൂ മോഡൽ അല്ലേ? ഏതാ മോഡൽ? 2018 സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ. 18 മോഡൽ സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ബമ്പർ ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ക്ലെയിമിൽ തന്നെ മാറി ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിലൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പുതിയ മോഡൽ വണ്ടികളാകുമ്പോൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാവും. പോറലുണ്ടെങ്കിൽ തന്നെ അവന്മാർ അപ്പം തന്നെ മാറ്റി കളയും അല്ലേ? ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ആണ്. നല്ല അടിപൊളി സീറ്റ് കവർ. ഇത് VXI ആണോ? VXI മിഡിൽ ഓപ്ഷൻ ആണ്. ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അലോയ് വീൽസ് ഇല്ല. ഈ 60,000 സെക്കൻഡ് ടയർ ഇട്ടതാണ് അല്ലേ? ഓക്കെ, അത്യാവശ്യം ഒരു 70% ടയറും ഉണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് നമ്മൾ ചോദിക്കുന്ന 6 ലക്ഷം രൂപ. 2018 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ VXI അല്ലേ? ഓക്കെ, 6 ലക്ഷം രൂപയാണ്. എന്തായാലും ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി ഇറക്കിക്കൊണ്ട് പോകും അല്ലേ? വാറണ്ടിയും കാര്യങ്ങളൊക്കെ 2 വർഷത്തെ ഉണ്ടാവും. അതുപോലെ തന്നെ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ.
ഇനി നമ്മൾ മാരുതിന്ന് വിട്ടിട്ട് നേരെ ഡാറ്റ്സണിലോട്ട് വരുവാണ്. ഡാറ്റ്സൺ റെഡിഗോ ഏതാ മോഡൽ? ഇത് നമ്മൾ 2018 മോഡൽ 60,000 കിലോമീറ്റർ. 18 മോഡൽ 60,000. ഒരുപാട് 18 മോഡൽ വണ്ടി ഉണ്ടല്ലേ, അടിപൊളി. 18 മോഡൽ 60,000 കിലോമീറ്ററിൽ സംഭവം എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല, ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ട് റീപെയിന്റ് ഒക്കെ ഉണ്ടാവില്ലേ? ചെറിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഒന്നുമില്ലെങ്കിൽ എറണാകുളം പോലത്തെ ഒരു സിറ്റി കിടന്നുകൂടുന്ന വണ്ടിയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വേറെ അപാകതകൾ പറയാനുണ്ടോ? ഇത് 2 ഡോർ വിൻഡോ വരുമോ? 2 ഡോർ പവർ വിൻഡോ വരുന്നത്. AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും വരും കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ. ടയർ ഭാഗങ്ങളും ഓക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 60% ഉണ്ട്. പെട്ടെന്ന് മാറണ്ട, എന്നിരുന്നാലും മാറണം. ഈ 18 മോഡൽ എന്താ വില വയ്ക്കുന്നത്? 2,25,000. ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മോഡൽ കൂടിയ വണ്ടിയാണ് കേട്ടോ. 2,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. കൺഫേം ഒരു 2 ലക്ഷം രൂപ ലോൺ കയറും. അധികം ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് വലിയ കുഴപ്പമില്ലാത്ത സിബിൽ 700+ സിബിലൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി കൊണ്ടുപോകാം. ഒരു 10,000 രൂപ മാസം അടയ്ക്കാനുണ്ടെങ്കിൽ സുഖമായിട്ട് 2 ലക്ഷം രൂപ ലോണിൽ കൊണ്ടുപോകാം. 25 രൂപ കൈ കണ്ടോ, ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ പോലെ. ഇനി ഇതാണെങ്കിലോ? ഇത് വരുന്നത് 2018 മോഡൽ തന്നെ. 18 മോഡൽ. ഇത് 50,000 കിലോമീറ്റർ. 50,000 അല്ലേ? ഇതും മോഡൽ വേരിയന്റ് ഏതാ? വേരിയന്റ് സെയിം തന്നെ. AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും വരും അല്ലേ? വേറെ കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ വരാനില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ വേറെ കാര്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ആണെന്ന് തോന്നുന്നു അല്ലേ? രണ്ടിന്റെയും സെക്കൻഡ് ടയർ ആണ്. അപ്പോൾ അത്യാവശ്യം കട്ടയുള്ള ടയർ തന്നെയാണ് കേട്ടോ. സീറ്റ് കവറൊന്നും ചെയ്തിട്ടില്ല, കമ്പനി ഫിറ്റഡ് സാധനമാണ്, പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ 18 വില? നമ്മൾ 2.30. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ചെറിയ രീതിക്കൊക്കെ അടിപൊളി. ഇതിനും 2 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ഒരു 30,000 രൂപയുടെ ഉള്ളിലൊക്കെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഒരു ഗ്രേ കളർ കാണിച്ചു കൊടുത്താലോ? ഇത് നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. AMT അല്ലേ? ഏതാ മോഡൽ? ഇത് 2018 17,000 കിലോമീറ്റർ ഓടി. 17,000. ഓ, ഇത് 18 മോഡലല്ലേ? മൂന്നും അതിനകത്ത് ഇത് ഓട്ടോമാറ്റിക് ആണെന്നേ ഉള്ളൂ. കൂടുതലും നമുക്ക് എൻക്വയറി വരുന്നത് ലോ ബഡ്ജറ്റ് ആയിട്ട് ഒരു 2-2.5 റേഞ്ചിലുള്ള വണ്ടി ലേഡീസ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ എറണാകുളം പോലത്തെ സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുവണ്ടി ആകുമ്പോൾ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും, എളുപ്പമായിരിക്കും. മാത്രമല്ല സ്ത്രീകൾക്കൊക്കെ കോമ്പാക്ട് ആയിട്ട് ഉപയോഗിക്കാനും കൊണ്ടുനടക്കാൻ സുഖമാണ്. മൈലേജും ഉണ്ട്. എന്തായാലും ഒരു 17 ഒക്കെ കിട്ടൂലേ? 17. ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. 360 അല്ലേ? അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിക്ക് നോർമൽ ലേശം റേറ്റ് മാറ്റം വരും. എന്നിരുന്നാലും നെഗോഷ്യബിൾ അല്ലേ? ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് വന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റുന്നതിന് മാക്സിമം കുറച്ച് തരും. 3 ലോൺ കയറില്ലേ? 3 രൂപ കയറും. ഒരു 60 രൂപേനുള്ളിൽ കാണണം അല്ലേ? എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ടാറ്റ നാനോ, ഇത് ലോൺ ചോദിക്കരുത്. 2015 വണ്ടിയാണ്. 70,000 കിലോമീറ്റർ. ലോൺ കിട്ടൂല? ലോൺ കിട്ടും. വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഇല്ല. നമുക്ക് ഇത് 2015 മോഡൽ. 15 ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റും. ലോ ബഡ്ജറ്റിൽ കൊടുക്കാം. അടിപൊളി. 15 മോഡൽ നാനോ. ഇത് ഡിക്കി ഓപ്പൺ ടൈപ്പ് അല്ലേ? ഡിക്കി ഓപ്പൺ ടൈപ്പ്. എത്ര ഓടിയുണ്ട്? ഇത് 70,000 കിലോ. 70,000 ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ഷേ ഇത് നല്ല നീറ്റാണ് വണ്ടി. ഇന്റീരിയർ ഒക്കെ എന്നാ കിടിലാണെന്നറിയോ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, പിന്നെ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? ക്വാളിറ്റി വണ്ടി. ഇത് ഇപ്പോൾ നമുക്ക് ഇതിൽ അലോയ് വീൽസ് ഒക്കെ ഇല്ല? അലോയ് വീൽ അല്ല അല്ലേ? ഓക്കെ. ടയറൊക്കെ ഉണ്ട് കേട്ടോ. ടയർ ഏകദേശം ഒരു 80% ഉണ്ട്. ഇതെന്താ പ്രൈസ് എത്രയാണ്? ഇത് നമുക്കൊരു 1.50 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയ്ക്ക് നാനോ എടുക്കാം. അതായത് ഇവരിവിടെ ലോൺ ചെയ്യില്ല, മഹീന്ദ്ര അങ്ങനത്തെ ഒരു സംഭവം ലോൺ ചെയ്യില്ല. പേഴ്സണൽ ലോൺ. ബജാജിന്റെ ഒക്കെ പേഴ്സണൽ ലോൺ അപ്രൂവ് ആയി കിടക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ആണെങ്കിൽ 0 ഇൻട്രസ്റ്റിലൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സേറ്റ് ലോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾ തീരുമാനിച്ചോളൂ. 1.5 ലക്ഷം രൂപയ്ക്ക് 2015 വണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഏതായാലും നമ്മളിവിടെ ഒരുവിധം എല്ലാ ബ്രാൻഡും കാണിച്ചു. ഇപ്പോൾ ഹുണ്ടായി കാണിച്ചില്ല, ഒരു മോശമല്ലേ? സങ്കടമാവും ഹുണ്ടായിക്ക് അല്ലേ? ഏതാ മോഡൽ ഐറ്റം വരുന്നത്? 2018 56,000 കിലോമീറ്റർ. 2018 മോഡൽ 56,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. സെക്കൻഡ് ഓണർ ആണ്. മാഗ്നയാണ് അല്ലേ? ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണല്ലോ അല്ലേ? ഓക്കെ. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ആ കിലോമീറ്റർ ഓടി ടയറാണ്, ആവറേജ് ആണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല, പക്ഷേ റീപെയിന്റിംഗ് ടച്ചപ്പ് ഒക്കെ എന്തായാലും വരും കേട്ടോ. കാരണം ബോഡി സൈഡിലും ബമ്പർ സൈഡിലൊക്കെ എന്തായാലും ടച്ചപ്പ് വരും. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 4.35. 4,35,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആവൂല? നെഗോഷ്യബിൾ ആണ്. 2 കൊല്ലം വാറണ്ടി. 2018 അല്ലേ പറഞ്ഞത്? 18 മോഡലാണ് കേട്ടോ. മോഡൽ 18 ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഇനി ഇയോൺ ആണെങ്കിലോ? ഇയോൺ വരുന്നത് 2018 മോഡൽ. 18 തന്നെയാണ്. 18 മോഡൽ ആയതുകൊണ്ട് ഇത് എന്തുകൊണ്ട് ഇന്ന് ഇത്രയും 18 വണ്ടി വന്നേ? 18 മോഡലാകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ മോഡൽ കൂടിയ വണ്ടി എടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ
പുതിയ വണ്ടിയായിട്ടുള്ള കമ്പാരിസണും കാര്യങ്ങളും വരും. അതെ 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 അതെ, നമുക്ക് ഈ ഒരു റേഞ്ചിൽ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ കൊടുക്കാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ 18 മോഡൽ ഇയോൺ എത്ര ഓടിയിട്ടുണ്ട്? ഇത് വരുന്നത് 60,000 കിലോമീറ്റർ, ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ? ഹിസ്റ്ററി ഒക്കെ നമുക്ക് എടുത്ത് കൊടുത്തൂടെ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. ഇതിന്റെ ടയർ ആണെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് അപ്പോളോന്റെ പുത്തൻ ടയർ കിടക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇവിടുന്ന് മാറ്റിയാന്ന് തോന്നുന്നു അല്ലേ? കാരണം ഓടാത്ത ടയറാണ്, മുള്ളൊന്നും പോയിട്ടില്ല അല്ലേ? ഇതെന്താ വില വരുന്നത്? 18 വണ്ടി 2018 335. കുറച്ച് കൂടുതലല്ലേ? കുറയൂലേ? ചെറിയ രീതിയിലൊക്കെ നമുക്ക് കുറയ്ക്കാം. 2 ഇയർ വാറണ്ടി ഒക്കെ വരുന്നതല്ലേ, ഷേപ്പാണ് വണ്ടി. അതെ അതെ, എന്തായാലും നെഗോഷ്യബിൾ ആണ്. 335 എന്നുള്ള റേറ്റ്. 2 ഇയർ വാറണ്ടി കിട്ടും, 1 ഇയർ RSAയും കിട്ടും. പറഞ്ഞ പോലെ തന്നെ ഒരു 95% ലോണും കയറില്ല. എന്തായാലും 3 ലക്ഷം രൂപയായിട്ട് കയറില്ല. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. എന്തായാലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ടിയാഗോ ഇങ്ങോട്ട് മാറ്റിയിട്ടെ. ടിയാഗോ ഇല്ല, ഇതിപ്പോ നമുക്ക് കുറച്ചായി വന്നിട്ടുള്ളൂ. ഇത് വരുന്നത് ഡീസൽ വണ്ടി, അതുകൊണ്ട് ഇങ്ങോട്ട് നീക്കിയിട്ടതാണ് കേട്ടോ. ഡീസൽ ടിയാഗോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വെള്ള കളറുള്ള നല്ല നീറ്റ് വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് വരുന്നത് 2018 ആണ്, 70,000 കിലോമീറ്റർ ഓടി. 18 കേട്ട് മടുത്തിയാൻ. 18 മോഡൽ 70,000 കിലോമീറ്റർ ഓടി. ഇത് മെയിൻ ഗുണം എന്ന് പറയുന്നത് 20 മേലെ മൈലേജ് കിട്ടും അല്ലേ? ഇത് വേരിയന്റ് ഏതാ? ഇത് വരുന്നത് XM മിഡിൽ ഓപ്ഷൻ ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ എന്നിങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? 70 ഓടിയതുകൊണ്ട് ചോദിക്കട്ടെ, എന്തെങ്കിലും കാര്യമായ തട്ടോ മുട്ടോ ഉണ്ടോ? ചെറിയ ടച്ചപ്പ് എന്തായാലും ഉണ്ടാവും, അത് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വേറെ അപാകതകളൊന്നുമില്ല. എന്താ വില വരുന്നത്? നമുക്കൊരു 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ? 4.5. ഓക്കെ, 2018 വണ്ടിയാണ് കേട്ടോ. ഡീസലാണ്, മൈലേജ് ഉള്ള വണ്ടി. 4.5 ലക്ഷം രൂപയ്ക്ക് കിട്ടും. അത് നല്ല പ്രൈസ്. അത് ഞാൻ കൂടുതലാണെന്നും പറയുന്നില്ല. എന്താ പറയുക, സ്വിഫ്റ്റ് ഒക്കെ എടുക്കാൻ പോകുന്ന ഒരു കണ്ണും പുട്ടിങ് പോരാ കേട്ടോ. 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് അല്ലേ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയല്ലേ? മൈലേജും കൂടുതലാണ്. അതെ, മൈലേജും കിട്ടും. സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. 4 ലക്ഷം രൂപ ലോണും കിട്ടും. 50,000 രൂപ കൊണ്ടുവന്നാൽ ഇത് കൊണ്ടുപോകാം. വെൻഡോ ആണെങ്കിലോ ഫോഴ്സ് വാഗന്റെ ഒറ്റ വണ്ടിയേ ഉള്ളൂ കേട്ടോ. 2010 മോഡൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഡീസൽ ഇല്ല, പെട്രോൾ ആണ്. 2010 വണ്ടിയാണ്ടോ. ഈ വെൻഡോന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് 10 ആണോ 15 ആണോ ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ? നല്ല നീറ്റാണ്, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വണ്ടി. 10 ആയതുകൊണ്ട് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വേറെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? സെക്കൻഡ് ഓണർ ആണ് വണ്ടി. 1 ലക്ഷം കിലോമീറ്ററിന്റെ ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. ഇത് ഫുൾ ഓപ്ഷൻ ആണോ അന്നത്തെ? ഇത് കംഫർട്ട് ലൈൻ. ഓക്കെ, ഇന്റീരിയറും നല്ല വൃത്തിയാണ് കേട്ടോ. സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പ്രൈസ് എത്രയാ? നമ്മൾ 2.70 2,70,000 രൂപ. 10 ആയതുകൊണ്ട് വാറണ്ടി ഇല്ലല്ലോ? വാറണ്ടി ഒന്നുമില്ല. RSA കൊടുക്കും. വഴിയിലായാൽ പേടിക്കണ്ട, ഇവരുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് വരും. വാറണ്ടി വഴിയിലൊന്നും ആവില്ല, ഒരിക്കലും ഇല്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ. കാരണം ഇതൊന്നും അങ്ങനത്തെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട്, ഡീസലാണെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷേ പെട്രോൾ ആയതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല. കംപ്ലൈൻറ്റ്സ് വളരെ കുറവായിരിക്കും. ഒന്ന് പോളിഷൊക്കെ ചെയ്താൽ ഒന്നുകൂടി വൃത്തിയാവും അല്ലേ? 2,70,000 രൂപ നെഗോഷ്യബിൾ പ്രൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ വണ്ടി കാണിച്ചൊരു എപ്പിസോഡാണ്. കുറേ കാലങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഇൻക്ലൂഡ് ചെയ്തൊരു എപ്പിസോഡാണ്. ഏകദേശം 30 വണ്ടിയോളം നമ്മൾ ഈ സമയം കൊണ്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവസാനത്തെ വണ്ടി ഒരു ഫിയസ്റ്റയാണ്. ഫിയസ്റ്റ ഡീസലാണ് അല്ലേ? ഏതാ മോഡൽ? ഇത് 2009 ആണ്. 2009 ZX ടോപ്പ് എൻഡ്, ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് ആണ്. പിന്നെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ ഒരുവിധം വണ്ടികളെല്ലാം കമ്പനീൻ്റെ വണ്ടി നമ്മൾ കാണിച്ചു അല്ലേ? നമ്മുടെ ലോക്കൽ ബ്രാൻഡിലുള്ള എല്ലാ വണ്ടിയും കാണിച്ചു. പിന്നെ ഇത് ശരിക്കും 2009 ഫുൾ ഓപ്ഷൻ ആണെന്ന് പറഞ്ഞു. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടി. ഒന്നേ ഓടിയിട്ടുള്ളൂ. ജെനുവിനാണോ? ജെനുവിൻ ഓടി. കാരണം 1 ലക്ഷം മൈലേജ് ഉള്ള വണ്ടിയാകുമ്പോൾ 9നെ അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ. എക്സ്ചേഞ്ച് എടുത്താണ്. സെക്കൻഡ് ഓണർ ആണല്ലേ? ഓക്കെ, ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ പണ്ടത്തെ ഒരു സീറ്റ് കവറൊക്കെയാണ്, പക്ഷെ നല്ല വൃത്തിക്ക് തന്നെയുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ഇൻക്ലൂഡിങ് അലോയ് വീൽ ഇല്ല കേട്ടോ. അലോയ് വീൽ വരുന്നില്ല, ബാക്കി എല്ലാം ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം കുഴപ്പമില്ലാത്ത ടയറാണ്. ഒരു 50-60% ടയറും എന്തായാലും ഉണ്ട്. അത്യാവശ്യം വൃത്തിയുണ്ട് അല്ലേ? ആ വിലയ്ക്ക് കൊടുക്കാമല്ലോ അല്ലേ? നമുക്ക് കൊടുക്കാൻ പറ്റും. എത്രയ്ക്ക് കൊടുക്കാം? 1.95 കൊടുക്കാം. 1,95,000 രൂപ. ലോൺ കിട്ടത്തില്ല, ലോൺ ചോദിക്കരുത്. അതെ, ഡീസൽ വണ്ടി വേണം, അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി വേണമെങ്കിൽ. പിന്നെ കാര്യമായ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. 1 ലക്ഷമൊക്കെ ഓടിയ വണ്ടിയാകുമ്പോൾ വലിയ പ്രശ്നം വരില്ല. ഈ ഒരു മോഡലിനെ അപേക്ഷിച്ച് 24 പേപ്പർ ആവൂലേ ഇനി? അതൊക്കെ നമ്മൾ എടുക്കണം അല്ലേ? നിങ്ങൾ എടുത്തു കൊടുക്കുമല്ലോ? ഓക്കെ, അപ്പോൾ എന്തായാലും 1,95,000 രൂപയ്ക്ക് ഡീസൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഫോർഡ് ഫിയസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഒരു കാര്യം കൂടെ, ഫോർഡ് നിർത്തിയിട്ടില്ല കേട്ടോ, തിരിച്ചു വരാൻ പോകണ്ടേ? ഫോർഡ് തിരിച്ചു വരും. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഫോർഡ് നിർത്തി എന്നൊക്കെ ആലോചിച്ചിട്ട് ഉള്ള വണ്ടിയൊക്കെ വിറ്റ് ഒഴിവാക്കിയമാർക്ക് ഇപ്പോൾ പൊട്ടന്മാരായി പോയി അല്ലേ? നമുക്ക് ഒരുപാട് നല്ല വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് എക്കോ സ്പോർട്ട് അത് പോയി. പിന്നെ അതുപോലെ തന്നെ ഫ്രീ സ്റ്റൈൽ ഫിഗോ ഉണ്ടായിരുന്നു. അതെല്ലാം
ഇനി അതിൻ്റെയൊക്കെ വില ഒന്നുകൂടി കത്തി കയറാൻ പോവുകയാണ്. അത് നമുക്ക് കണ്ടറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും സമയം കാണിച്ച വണ്ടികളിൽ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ വീഡിയോൻ്റെ മേൽഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം അല്ലേ? നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് ഒരുപാട് സ്റ്റോക്കുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റ.